എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പം സെക്കൻഡ് ഇയർ ആണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് ഫസ്റ്റ് ഇയർ പറഞ്ഞില്ല, ആ ഒരു കാര്യങ്ങൾ മാത്രമേ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ഇയർ ഞാൻ കയറി ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകുന്ന സമയത്ത് ആക്ച്വലി ഞാൻ റെപ്പായിരുന്നു. അപ്പോൾ ടാർഗറ്റ് ഫുൾ ടൈം ഞാൻ, എൻ്റെ ഫ്രണ്ട്സ്, ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവലുണ്ട്. മെയിനായിട്ട് തന്നെ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, നമ്മൾ ഓർത്തോന് ഇവിടെ പേഷ്യൻ ഫ്ലോ ഒരു പൊടിക്ക് കുറവാണ്. അപ്പോൾ സീനിയേഴ്സിന് ചിലപ്പം പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ പോകേണ്ടി വരും. അങ്ങനത്തെ എക്സാം കേസിനൊക്കെ പോകേണ്ട അവസരത്തിൽ ചിലപ്പം ക്ലാസ് കട്ട് ചെയ്തിട്ടായിരിക്കും വേണ്ട പോകേണ്ടി വരിക. പക്ഷെ സ്റ്റിൽ പെർമിഷൻ എടുത്തിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പോയാൽ തന്നെ അന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയത്. അത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ലൈക്ക് എന്നെയും എൻ്റെ ഫ്രണ്ടിനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി. ആൻഡ് വിളിച്ചു വരുത്തിയതിന് ശേഷം എൻ്റെ പോക്കറ്റിൻ്റെ ചെറിയൊരു സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിച്ച് ചെറുതായിട്ട് വിട്ടതുകൊണ്ട് നീ പോക്കറ്റ് പിന്നെയും തുന്നിക്കോന്ന് പറഞ്ഞാൽ പോക്കറ്റ് ഫുള്ളായിട്ട് വലിച്ചു കയറി. അതൊക്കെ കുറച്ച് ഭയങ്കര ഹാരസ്മെന്റ് ആയി തോന്നി. അന്ന് അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ബാക്കി ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ലൈക്ക് അത് പിന്നെ വിട്ടു. ആൻഡ് എൻ്റെ ഫ്രണ്ടിനെ അവൻ കുറച്ച് സൈസ് ഉള്ളത്. അപ്പോൾ അവൻ നിന്ന് കഴിഞ്ഞാൽ പിറകിലില്ല, ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് വന്നിട്ട് ഒരു 2 വീക്കിനുള്ളിൽ തന്നെ ലൈക്ക് ഇങ്ങനെ ഇൻട്രഡക്ഷൻ എന്നുള്ള ഭാഗത്തിൽ എന്നെ എണീപ്പിച്ച് നിർത്തി. എന്നെ പറഞ്ഞു, നിന്നെ കാണാൻ അഗ്ലിയാണ്, ലൈക്ക് നിന്നെ കണ്ടാൽ തന്നെ വേറെ കുട്ടികളൊന്നും നിന്നെ നോക്കില്ല, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ല നിനക്ക്, അങ്ങനെയൊക്കെ പറയും. ആൻഡ് ഒരു കുട്ടീനെ കൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് എന്നെ അടിക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് അവൾക്ക് പറ്റുന്നുണ്ടായില്ല, അവളോട് ചെരുപ്പ് ഊരി കൈ പിടിച്ചു. അവളെൻ്റെ ഊങ്ങിയതാ. ആൻഡ് അവൾക്ക് പറ്റാത്തതുകൊണ്ട് അവൾ ചെരുപ്പ് തായിട്ടു. അങ്ങനെയൊക്കെ പല പല ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ കോളേജ് പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇത് പറയാനുണ്ടാവും. ഒന്നല്ലെങ്കിൽ അടുത്ത ആള് പേര് പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ എല്ലാവർക്കും ഉണ്ടാവും ഈ കാര്യത്തിൽ. ആൻഡ് റാംസാർ ഇതിൽ ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ കുറേ ഇങ്ങനെ സ്റ്റാഫ് ഉണ്ട്, എല്ലാ സ്റ്റാഫിനും ഞാൻ പറയുന്നില്ല. ആൻഡ് കുറേ സ്റ്റാഫ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആൻഡ് റാംസാർ എന്ന് പറഞ്ഞാൽ ഗേൾസിനെയും ബോയ്സിനെയും ഒരു വേദനയും ഇല്ലാണ്ട് ഫിസിക്കലി, മെന്റലി, ഫൈനാൻഷ്യലി അടക്കം ഇവിടെ ട്രോമറ്റൈസ്ഡ് ആക്കുന്ന സ്റ്റാഫ് കൂടി ഉണ്ട്. ഇപ്പൊ തന്നെ കുറെ സ്റ്റാഫിലൊക്കെ പണിഷ്മെന്റ് ആയിട്ട് 20,000 ബുക്ക് വാങ്ങിപ്പിക്കുക, പിന്നെ 2000 പേജിലെ ബുക്കൊക്കെ എഴുതിക്കുക. നമുക്ക് ലൈക്ക് വേറെ പണിഷ്മെന്റ് ലൈക്ക് ചെറിയ കാര്യങ്ങളൊന്നും കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പിള്ളേര് അങ്ങ് ഡൗൺ ആയി പോവുകയാണ്, ഒന്നും ചെയ്യാനില്ല ആർക്കും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കിനി മേലേക്ക് ഇയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പേടി കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെ 2015 മുതലുള്ള ബാച്ച് ഇവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് അത്രയും ബാക്കൗട്ട് ആക്കി, ഈ സ്റ്റാഫ് കാരണമൊക്കെ ബാക്കൗട്ട് ആക്കിയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നതെന്ന് അറിയുന്നതുകൊണ്ട് ആരും ഒന്നും മിണ്ടാത്തതാണ് ഈ കാര്യത്തിൽ.